മൈ സ്കൂട്ടർ വേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ വ്യൂസിനും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 2024 ഇറങ്ങിയ MTയുടെ സെക്കൻഡ് വേർഷൻ കുറച്ച് മോഡൽ ചേഞ്ചസ് ആയിട്ട് MTയുടെ ഒരു പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന എല്ലാ മെമ്പേഴ്സും പറക്കാതെ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് മെമ്പർഷിപ്പ് എടുത്തോളൂ. അതിന് പൈസ ഒന്നും തരണ്ട, ഫുൾ ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ആ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇറക്കുന്ന എല്ലാ വീഡിയോസും ഞാൻ ഡെയിലി പുതിയ വീഡിയോസ് ഇടുന്നുണ്ട്, ടൂ വീലേഴ്സിനെ കുറിച്ച് മെയിനായിട്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം MT15 എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ ഇടയിലുള്ളൊരു 350cc സെഗ്മെൻറ്റിൽ തന്നെ വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് പവർഫുൾ പെർഫോമൻസ് ആൻഡ് എന്താ പറയുക സ്റ്റെബിലിറ്റി കംഫർട്ടില്ലാന്ന് പറയുന്ന ഒരു അടിപൊളി ബൈക്കാണ്. അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്നൊരു ബൈക്ക് തന്നെയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അപ്പോൾ ഫ്രണ്ട് സൈഡിൽ തന്നെ നമുക്ക് തുടങ്ങാം. നിങ്ങളിപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരു ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഒരു റോബോട്ടിനെ പോലത്തെ ഒരു ഫേസാണ് കമ്പനി ഒരു പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വൈസറിനും ഫ്രണ്ട് വിൻഷീൽഡ് കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് വൈസർ, അതായത് നമ്മുടെ DRLs വരുന്നില്ലേ, DRLസിൻ്റെ കവേഴ്സ് വരുന്നത് ചേഞ്ച് ആയിട്ടുണ്ട്. ഗ്ലോസി ബ്ലാക്കാണ് എല്ലാ വേരിയൻറ്റിലും വരുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് മാറ്റിയിട്ട് ഇപ്പോൾ LED ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ഫ്രണ്ട് DRLs എല്ലാം തന്നെ LED ആണ് വരുന്നത്. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് ബൈ ഫങ്ഷണലായിട്ടുള്ള പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ബൈ ഫങ്ഷണൽ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് നൈറ്റ് ടൈമിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ നമുക്ക് വിഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നല്ല പവർഫുൾ ആയിരിക്കും. നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ഓക്സിലറി ലാംപ്സ് വെക്കേണ്ട ആവശ്യമൊന്നും ഒരിക്കലും ഈ ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വരില്ല. ഫ്രണ്ട് നമ്മുടെ സ്റ്റെബിലിറ്റിക്കും സേഫ്റ്റിക്കും കംഫർട്ടിനായിട്ട് അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് വന്നിരിക്കുന്നത് ഷോക്കപ്പിൽ. അതുപോലെ ഒരു പ്രീമിയം ലുക്ക് ഇടാനായിട്ട് ഒരു ഗോൾഡൻ പ്ലേറ്റിങ്ങും ഷോക്കപ്പിന് ചുറ്റും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് മഡ് ഗാർഡ് വരുന്ന ഈ വേരിയൻറ്റിൽ ഗ്ലോസി ബ്ലാക്ക് ആണ് വരുന്നത്. കാരണം വണ്ടിയുടെ കളർ ഗ്ലോസി ബ്ലാക്ക് ആയതുകൊണ്ട് ഗ്ലോസി ബ്ലാക്ക് മഡ് ഗാർഡ് തന്നെയായിരുന്നു. നല്ല അടിപൊളി ഫൈബർ ക്വാളിറ്റി ഉള്ള മഡ് ഗാർഡാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രണ്ട് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് അത്യാവശ്യം വീതിയുള്ള 17 ഇഞ്ച് ടയർ വരുന്നുണ്ട്. ട്യൂബ്ലെസ് ടയറാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അലോയ് വീൽ തരുന്നുണ്ട്. ഫ്രണ്ട് 280 മില്ലിമീറ്ററിൻ്റെ ഡിസ്ക് ബ്രേക്ക് തരുന്നുണ്ട്. ബൈബ്രയുടെ ഡ്യുവൽ കാലിപ്പറുള്ള അടിപൊളി ബ്രേക്കിംഗ് സിസ്റ്റം തരുന്നുണ്ട്. ഫ്രണ്ട് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ABS ബ്രേക്കിംഗ് വരെയും കമ്പനി തരുന്നുണ്ട്. MRFൻ്റെ ടയേഴ്സാണ് വരുന്നത്. ട്രാക്ക് ടയേഴ്സിനെ പോലെ ഒരു 50 ട്രാക്ക് ടയർ എന്ന് പറയാം, റേഡിയൽ ടയേഴ്സാണ് നമുക്ക് തരുന്നത്. പിന്നെ ഈ വാഹനത്തിൻ്റെ അലോയ് വീൽസ് വരുന്നത് ലൈറ്റ് സ്പോക്സ് എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ സ്പോക്സ് വരുന്നുണ്ട്. ലൈറ്റായിട്ടുള്ള സ്പോക്സാണ്, കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഈ ഫ്യൂവൽ ടാങ്കാണ്. ഫ്യൂവൽ ടാങ്ക് കാണാൻ ഭയങ്കര വലുതും മസ്കുലറൊക്കെ ആണെങ്കിൽ ആകെ കപ്പാസിറ്റി 10 ലിറ്ററേ വരുന്നുള്ളൂ. അത്യാവശ്യം ഒതുങ്ങിയാണ് കമ്പനി അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്യൂൽ ടാങ്കിന് അഡീഷണൽ ആയിട്ടൊരു ഫ്യൂൽ ടാങ്കിൻ്റെ ഒരു കവർ കൂടി കൊടുത്തിട്ടുണ്ട്. അതിലാണ് MTയുടെ ആ സ്റ്റിക്കർ ബാഡ്ജിങ്ങും MTയുടെ ലെറ്റർ ബാഡ്ജിങ് എല്ലാം വരുന്നത്. ഫ്യൂൽ ടാങ്കിൽ ജസ്റ്റ് ഒരു യമഹയുടെ ഒരു റൗണ്ടിലുള്ള പ്ലാസ്റ്റിക് ലോഗോ മാത്രം പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. 170 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുപോലെ തന്നെ 810 mm ആണ് വാഹനത്തിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഷോർട്ടായിട്ടുള്ള ആളുകൾക്ക് വണ്ടിയുമ്പോൾ കയറാനും ഇറങ്ങാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് വരും. പക്ഷേ ഇത്തിരി പൊക്കമാണ്, ഒരു 5'4" തൊട്ട് പൊക്കത്തേക്കുള്ള ആൾക്കാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല കയറാനും ഇറങ്ങാനായിട്ട്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്കിൻ്റെ ഡിസൈൻ. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഡിസൈൻ തന്നെയാണ് ഫ്യൂൽ ടാങ്കിന്. അത്യാവശ്യം ജസ്റ്റ് ഒരു MTയുടെ ഒരു അടിപൊളി ചെറിയൊരു സ്റ്റിക്കർ വർക്കും കൊടുത്തിട്ടുണ്ട്. E20 ഫ്യൂൽ സപ്പോർട്ടറാണ്. 20% എത്തനോളുള്ള ഫ്യൂൽ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. വാഹനത്തിൻ്റെ സീറ്റ് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഈ വാഹനത്തിന് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ. സിംഗിൾ റൈഡിനെ പറ്റുള്ളൂ. പിന്നീട് ഇരുന്നാൽ തന്നെ ബാക്കി പകുതി പുറത്തായിരിക്കും വരിക. സിംഗിൾ റൈഡിന്, സിറ്റി റൈഡിന്, ഓഫീസിൽ പോകാൻ, പണിക്ക് പോകാനൊക്കെ ബെസ്റ്റാണ്. ഹൈവേസിലൊക്കെ പോകുമ്പോൾ ഒരു ഹയർ സ്പീഡിൽ കുറച്ച് വൈബ്രേഷൻ കാര്യങ്ങളെല്ലാം കമ്പനി എന്നല്ല ഈ വണ്ടി തരുന്നുണ്ട്. ഇതാണ് നോർമൽ കീ വരുന്നത്. കീയുടെ ആ കീ സെറ്റ് വരുന്നത് ഫ്യൂൽ ടാങ്കിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ്. ഈ പ്രാവശ്യം വരുന്നത് നെഗറ്റീവ് ഡിസ്പ്ലേ ആണ് വരുന്നത്, LED ഡിസ്പ്ലേ ആണ് വരുന്നത്. കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ബ്ലൂടൂത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഫോണായിട്ട് പെയർ ചെയ്യണമെങ്കിൽ SMS, ബാറ്ററി ചാർജ്, മിസ് കോൾ അലർട്ട് കാര്യങ്ങളെല്ലാം കാണിക്കും. ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ വണ്ടിയിൽ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ നീളത്തിലുള്ള നിങ്ങൾക്കറിയാമല്ലോ സ്പീഡിൻ്റെ അതാണ് കാണിക്കുന്നത്. ഇത് ഡിജിറ്റലായിട്ട് കാണിക്കും. ഓഡോമീറ്റർ വരുന്നുണ്ട്. പിന്നെ ഈ പ്രാവശ്യം ഫ്യൂവലും ഡിജിറ്റലായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. 2 സ്വിച്ചസാണ് വരുന്നത്. സെലക്ട് സ്വിച്ചും മോഡ് സ്വിച്ചും അവൈലബിൾ ആണ്. സെലക്ട് സ്വിച്ച് സെറ്റ് ചെയ്ത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ കാണിക്കുന്നത് ട്രിപ്പ് 1, ട്രിപ്പ് 2 കാണിക്കും. പിന്നെ മൂന്നാമതായിട്ട് വരുന്ന കാര്യം എന്ന് വെച്ചാൽ ടൈമാണ്. അതിനുശേഷം 100 കിലോമീറ്റർ നമുക്ക് എത്ര മൈലേജ് കിട്ടിയെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ആവറേജ് ലാസ്റ്റ് റണ്ണിൽ ആവറേജ് എത്ര മൈലേജ് കിട്ടിയെന്ന് കാണിക്കുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് വണ്ടിയിൽ. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് മീറ്ററിൽ കാണിക്കുന്നത്. USB ചാർജിങ്ങിനുള്ള പോർട്ട് ഇപ്പോഴും നമ്മുടെ വണ്ടിയിൽ വന്നിട്ടില്ല. ഹാൻഡിലിനെ കുറിച്ചുള്ള നിങ്ങൾക്കറിയാമല്ലോ, ക്ലിപ്പ് ഓൺ ഹാൻഡിൽസ് ആണ്. ലോങ് ആയിട്ടുള്ള ഹാൻഡിൽസ് ആണ്. ഷോർട്ട് എന്നല്ല പറയുക, ലോങ് ആയിട്ടുള്ള ഹാൻഡിലാണ്. പക്ഷേ ഹാൻഡിൽ ബാറും സീറ്റിങ്ങുള്ള പൊസിഷനും തമ്മിൽ വലിയ ഗ്യാപ്പ് വരുന്നത്. അതുകൊണ്ട് നല്ല സ്റ്റഡി ആയിട്ട് നിവർന്നിരുന്ന് ഓടിക്കാവുന്നതാണ്. നടുവേദന, ബാക്ക് വേദന ഒന്നും ആർക്കും സംഭവിക്കത്തില്ല. ബാറെൻഡ് വരുന്നത് സിൽവർ കളറുള്ള ഒരു ബാറെൻഡായിട്ട് വരുന്നത്. സ്വിച്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട്
വന്നിരിക്കുന്ന ഈ ഒരു സ്വിച്ച് ക്യൂബാണ്. നമ്മുടെ R15 വരുന്ന സെയിം സ്വിച്ച് ക്യൂബിൽ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഹസാർഡ് ബട്ടൺ വന്നിട്ടുണ്ട്. ഹസാർഡ് ബട്ടൺ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 4 ഇൻഡിക്കേറ്റേഴ്സും ഒരേപോലെ പ്രകാശിക്കും. അതിപ്പോൾ ഈ പ്രാവശ്യത്തെ അപ്ഡേറ്റിലാണ് കമ്പനി അത് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് മീറ്ററിൽ നിന്ന് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് MT-115 കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സിറ്റി ട്രാഫിക്കിൽ യൂസ് ചെയ്യാനാണ് ഈ സംഗതി ബെസ്റ്റ്. ഹൈവേയിൽ ലോങ് റൈഡ്സിനൊക്കെ കുറച്ച് മോശമാണെന്ന് പറയുന്നതല്ല, എന്നാലും ഈ ഒരു സെഗ്മെൻറ്റ് 2,19,000 രൂപയോളം ഓൺ റോഡ് കോസ്റ്റ് വരുമ്പോൾ ഒരുപാട് വേറെ ഹൈവേ റൺസിന് ലോങ് റൺസിനൊക്കെ പറ്റിയ വണ്ടികൾ ഒരുപാട് വരുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ R15 സെയിം ടു സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സെയിം 155cc എഞ്ചിൻ തന്നെയാണ് ഇതിലും വരുന്നത്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് അസിസ്റ്റീവ് ആൻഡ് സ്ലിപ്പർ ക്ലച്ച് ഫെസിലിറ്റി അവൈലബിൾ ആണ്. ട്രാക്ഷൻ കൺട്രോൾ അവൈലബിൾ ആണ്. 6 സ്പീഡ് ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. അത് കൂടാതെ നമുക്ക് മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 50-നും 55-നും ഇടയിലുള്ള ഒരു അടിപൊളി മൈലേജ് കമ്പനി നമുക്ക് ഈ വണ്ടിയിൽ തരുന്നതാണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഫ്രെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെൽറ്റ ബോക്സ് എന്നാണ് ഈ ഫ്രെയിമിൻ്റെ പേര്. ഇതിൻ്റെ ഗുണം എന്ന് മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൻ്റെ ഡിസൈനിങ്, എഞ്ചിനും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ പ്ലേസിങ് വളരെ സൂക്ഷിച്ചാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് സിറ്റി ട്രാഫിക്കിൽ നൊത്തി പോകാനായില്ല. ഇപ്പോൾ വെട്ടിച്ച് പെട്ടെന്ന് പോകാനൊക്കെ ആയിട്ട് വളരെ എളുപ്പമായിരിക്കും ഈ വണ്ടിയിൽ. ഈ ഒരു വാഹനത്തിൽ എനിക്ക് ഏക ഇഷ്ടപ്പെടാത്തൊരു സാധനം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ റിയർ സൈഡിലെ ഗ്രാബ് റെയിലാണ്. വളരെ കുറച്ച് ക്വാളിറ്റി കുറവുള്ളതായിട്ടാണ് ഞാൻ മേടിച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ഗ്രാബ് റെയിൽ അങ്ങ് ഊരിക്കളയും. ഈ 2 ബോൾട്ടും കഴിച്ച് കഴിഞ്ഞാൽ ഗ്രാബ് റെയിൽ അങ്ങോട്ട് ഊരിക്കളയും. പിന്നെ നമ്മുടെ ഫുഡ് റെസ്റ്റുകളെല്ലാം തന്നെ അലൂമിനിയം ഫുഡ് റെസ്റ്റാണ് വരുന്നത്. പിന്നെ വാഹനത്തിൻ്റെ റിയർ സൈഡിനെ കുറിച്ച് പറഞ്ഞാൽ റിയർ ടയർ ഹഗർ വരുന്നുണ്ട്. ടയറിൻ്റെ സൈസ് 140 സീരീസിലാണ് ടയർ സൈസ്. വളരെ വീതിയുള്ള വലിപ്പമുള്ള ടയറാണ്. കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ കോർണറിങ്ങിനും ഒക്കെ നമുക്ക് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ടയറാണ്. റിയർ സൈഡിൽ നമുക്ക് 220 mm ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ABSൻ്റെ സപ്പോർട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു എഞ്ചിൻ സെയിം ആണെന്ന് പറഞ്ഞു, പക്ഷേ ചെയിൻ പോക്കറ്റ് കാര്യങ്ങളെല്ലാം തന്നെ R15നേക്കാളും വലിയ ചെയിൻ പോക്കറ്റാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിറ്റി ട്രാഫിക്കിൽ കൂടുതൽ ടോർക്ക് കിട്ടി പെട്ടെന്ന് വണ്ടി കുതിച്ച് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. റിയർ സൈഡ് ടയർ ഹഗർ വരുന്നുണ്ട്. ടയർ ഹഗറിൻ്റെ കൂടെ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ നമുക്കൊരു സാരി ഗാർഡും വരുന്നുണ്ട്. ഇതിന് മുന്നത്തെ മോഡലിൽ മെറ്റലിൽ വരുന്ന സ്വിംഗ് ആം ഇപ്പോൾ നമുക്ക് അലൂമിനിയം സ്വിംഗ് ആമാണ് ലഭിക്കുന്നത്. പൈസയിൽ കൂടുതലൊന്നും വന്നല്ല, പക്ഷേ അലൂമിനിയം ആയതിന് കുറച്ചുകൂടി ഡ്യൂറബിൾ ആയിരിക്കും, ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. റിയർ സൈഡ് മോണോഷോക്ക് വരുന്നുണ്ട്. അത് 5 പോയിൻ്റ് ആവശ്യം പോലെ നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. റിയർ സൈഡ് LED ലൈറ്റ്സ് ആണ് നമ്മുടെ സ്റ്റോപ്പ് ലൈറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് മോഡൽ ചേഞ്ച് വന്നപ്പോൾ റിയർ സൈഡിലും ഇൻഡിക്കേറ്റേഴ്സിലും നമുക്ക് LED ലൈറ്റ്സ് തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് വാഹനത്തിൻ്റെ റിയർ സൈഡ് സ്റ്റോപ്പ് ലൈറ്റ്സ് വരുന്നത്. ഫുൾ സ്പ്ലിറ്റ് ആയിട്ടുള്ള LED ബൾബ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ റിയർ സൈഡിൽ നിന്ന് MT നോക്കുമ്പോൾ തന്നെ ഇത്ര വലിപ്പമുള്ള ടയർ വരുന്നുണ്ട്. ഈ ടയർ ഹഗ്ഗർ അതുകൂടാതെ LED ലൈറ്റ്സ് എല്ലാം കൂടി വരുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു ഫീലാണ്. ഒരു വലിപ്പമുള്ള നല്ലൊരു സ്പോർട്സ് ബൈക്കിൻ്റെ ഫീൽ നമുക്ക് MTയിൽ നമുക്ക് എന്തായാലും കിട്ടുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ഞാൻ വീണ്ടും 2024 ഈ വീഡിയോ വരുന്നത്. ഇതിൻ്റെ ഇന്നത്തെ വില 2,19,000 രൂപയാണ്. നിങ്ങളിൽ ഒരു 25,000 രൂപ 20,000 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ലോൺ ഇട്ട് വണ്ടി ഓൺ റോഡ് ഇറക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഷോറൂമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഓൾറെഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ വിളിക്കുക. ഏത് വാഹനമായിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ്. സിബിൽ സ്കോർ കുറഞ്ഞ ആൾക്കെല്ലാം വേണമെങ്കിൽ ഫിനാൻസ് അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും ഷോറൂമിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നേരിട്ട് കാണാം. താങ്ക്